അല്ലദീന ആമനു വിശ്വാസികൾ വലം യൽബിസു ഈമാനവും അവരുടെ വിശ്വാസത്തിൽ കലർന്നിട്ടുമില്ല ബിദുൽമിൻ ഒരു അക്രമവും ഉലൈക ലഹുമുൽ അംൻ അവർക്കാണ് നിർഭയത്വമുള്ളത് വഹും മുഹ്തദൂൻ അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. ഈമാനിൽ ഒരു ദുൽമും കലരാത്തവർ എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, റസൂലേ, എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത സംഗതികളൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിലൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ നിർഭയത്വവും അവർ സന്മാർഗം പ്രാപിച്ചവരല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ഇങ്ങനെ സന്മാർഗം പ്രാപിച്ചവരുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞു, ഇവിടെ ഈമാനിൽ വിശ്വാസികളിൽ നുൽമ വരരുത് എന്ന് പറഞ്ഞതോട് ഉദ്ദേശിക്കുന്നത് അത് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപം അത് ഷിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ഷിർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് റസൂൽ അതിനെ വിശദീകരിച്ചു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിൽ വിശ്വാസത്തിൽ ഷിർക്കിൻ്റെ അംശം കലരാതെ അവന് ജീവിച്ച് മരിച്ചെങ്കിലേ അവന് പാരത്രിക ലോകത്ത് അവന് നിർഭയത്വം ലഭിക്കുകയുള്ളൂ, അപ്പോഴേ അവൻ ഒരു സന്മാർഗം പ്രാപിച്ചവനാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 82-ാമത്തെ വചനാണ് ഈ പറയുന്നത്. പിന്നെ അതിനുശേഷം തുടർന്നുകൊണ്ട് ഓരോ പ്രവാചകന്മാരെയും എണ്ണി 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 പറയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. വഹബ്നാ ലഹു ഇസ്ഹാഖ വ യാക്കൂബ, ഇസ്ഹാഖ് നബിനെയും യാക്കൂബ് നബിനെയും ഒക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ദാവൂദ വ സുലൈമാന വ അയ്യൂബ വ യൂസുഫ വ മൂസ വ ഹാറൂൻ, ആ പ്രവാചകന്മാർ എണ്ണി പറഞ്ഞു. പിന്നെ വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ് കുല്ലും മിന സ്വാലിഹീൻ, അവരൊക്കെ സാലിഹീങ്ങളാണ് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വ ഇസ്മാഈല വൽ യസഅ വ യൂനുസ വ ലൂത്തൻ എന്ന് വീണ്ടും അടുത്ത കുറേ പ്രവാചകന്മാർ എണ്ണി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വമിൻ ആബാഇഹിം വ ദുരിയാതിഹിം വ ഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇവരുടെയൊക്കെ മക്കൾ, ഇവരുടെയൊക്കെ പിതാക്കൾ, ഇവരുടെയൊക്കെ സഹോദരന്മാർ, അവരിൽ നിന്നൊക്കെ നാം ഈ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന ആളുകളെ നാം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ, ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്ന ഹിദായത്തിൻ്റെ വഴി ഇങ്ങനെയാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞു വലൗ അശ്റകൂ, ഈ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ അവരിൽ ആരെങ്കിലും അവർ ശിർക്ക് ചെയ്തു പോയാൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് മുഴുവൻ അതോടുകൂടി അവർക്ക് നിഷ്ഫലമായി പോകുന്നു. അപ്പോൾ പ്രവാചകന്മാർ ഒന്നടങ്കം 18 പ്രവാചകന്മാരെ എടുത്ത് പറഞ്ഞ് അവർ സന്മാർഗം പ്രാപിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ ഉണർത്തുന്ന വലിയ ഒരു തത്വം നമ്മളോട് ഉണർത്തുന്നൊരു കാര്യമാണ്. അവരാണെങ്കിലും വലൗ അശ്റകൂ, അവരാണ് ശിർക്ക് ചെയ്തതെങ്കിലും ലഹബിത അൻഹും മാ കാനൂ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോയി എന്ന് ഖുർആൻ പറയുന്നു. അതേ ആശയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ, നിന്റെ സകല പ്രവർത്തനങ്ങളും വൃഥാവിലായി പോയി, അത് നിഷ്ഫലമായി പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അമലുകളെ കൊണ്ടൊന്നും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതാണ് നിഷ്ഫലമായി പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, നന്മ ആര് പ്രവർത്തിച്ചാലും അതിൻ്റെ ഗുണം അവൻ കാണും, തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ ദോഷവും അവൻ കാണും. അതെല്ലാവർക്കും ബാധകമായ കാര്യമാണ്. മുസ്ലിമിനും അമുസ്ലിമിനും സകല മനുഷ്യന്മാർക്കുള്ളതാണ് ആ ബാധകമായ സംഗതിയാണ്. അപ്പോൾ അവരൊക്കെ ഈ സ്വർഗപ്രവേശനം എന്ന കാര്യത്തിന്
ഇവരുടെ ഒന്നും പ്രവർത്തനങ്ങൾ, മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മുടെ ഒന്നും നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതുകൊണ്ടൊന്നും സ്വർഗത്തിലെത്താൻ കഴിയില്ല. എന്താണെങ്കിൽ വലോ അഷ്റഖു, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അതുപോലെ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, നമ്മുടെ ഈമാനിൽ ശിർക്ക് കലർന്നു വന്നാൽ സ്വർഗത്തിലെത്തൂല. അത് വേറൊരു സ്ഥലത്തും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമായി. പിന്നെ അവന് സ്വർഗത്ത് പോകാൻ പറ്റുമെന്ന് അവൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. ശിർക്ക് ചെയ്ത് ശിർക്കോട് കൂടി മരിക്കുക, ആ വിശ്വാസത്തോടു കൂടി മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന അവൻ വിചാരിക്കേണ്ടതില്ല. മഅ്വാഹുന്നാർ, അവൻ നരകത്തിലായിരിക്കും. അങ്ങനെയാണ് ശിർക്കിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടത് ഖുർആൻ. നമ്മൾക്ക് സാധാരണ പരിചയം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തുതരും. പക്ഷേ ശിർക്ക് അള്ളാഹു അവന് പശ്ചാത്തപിക്കുന്ന ആളുകൾക്കല്ലാതെ പുറത്തുകൊടുക്കില്ല. ആ വിഷയത്തിൽ പശ്ചാത്തപിക്കണം, അപ്പോഴേ അത് പുറത്തുതരുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു, അറിഞ്ഞുകൊണ്ട് പഠിച്ചോനെ നിന്നോട് ശിർക്ക് ചെയ്യണത് അതിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ. വസ്തഗ്ഫിറുക ലിമാ ലാ അഅലമുഹു, അറിയാതെ വല്ല ശിർക്കിന്റെ അംശവും കടന്നു വന്നാലോ അതിന് ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ്. അറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ശിർക്ക് വരുന്നതിൽ നിന്ന് നീ എന്നെ കാത്തു സൂക്ഷിക്കണം. അറിയാതെ വരുന്നതിനാണെങ്കിലോ അതിന് പടച്ചോനെ എനിക്ക് നീ പുറത്തിരണം എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള നമ്മളോട് പറഞ്ഞു വേറൊരു കാര്യം, ലാ തുശ്രികു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. വലോ കുത്തിരട്ട, നീ കൊത്തിമുറിക്കപ്പെട്ടാലും, വലോ ഹർറത്ത ഹുർരിത്ത ബിന്നാർ, നീ ചുട്ടരിക്കപ്പെട്ടാലും. ഓ, അത്ര വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നീ കൊത്തിമുറിക്കപ്പെട്ടാലും നീ ചുട്ടരിക്കപ്പെട്ടാലും ശിർക്ക് നീ ചെയ്തു പോകരുത്. ശിർക്ക് നീ ജീവിതത്തിൽ ചെയ്തു പോകരുത്. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഏകദൈവാരാധനയുടെ ഗൗരവതരമായ വശം. അതാണ് ഈ ഗൗരവതരമായ വശം. അത് ഒരു മുസ്ലിം തീർച്ചയായും അവന്റെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുപോകേണ്ട സംഗതിയാണ്. കാരണം അവന്റെ പരലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ പ്രബോധനത്തിൽ എപ്പോഴും തൗഹീദ് ശിർക്ക് നിന്ന് രക്ഷപ്പെടണം എന്ന് തന്നെ നമ്മൾ പറയണത്. ജനങ്ങളോടൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നത് അത് ഈ ഗൗരവം കൊണ്ടാണ്. ഇത് ഖുർആൻ അല്ലാതെ വേറെ ഒന്നും നമ്മൾ മനസ്സിലാവില്ല. നമ്മൾ കുറേ ബുദ്ധിയോട് ഇങ്ങനെ ആലോചിച്ചാൽ നമുക്കിങ്ങനെ തോന്നും, എന്താ ഇപ്പോൾ ഒരു വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ശക്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താ ഇപ്പോൾ വരാൻ പോണത്? യാതൊന്നും വരാൻ പോണില്ലല്ലോ എന്ന് അവൻ സ്വാഭാവികമായി ചിന്തിക്കും. അഥവാ ഒരാള് മറ്റൊരാളെ കൊലപാതകം നടത്തുന്നതിനേക്കാളും അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നതിനേക്കാളും കട്ടെടുക്കുന്നതിനേക്കാളും ഒക്കെ വലിയൊരു സംഗതിയാണോ അത് എന്നൊക്കെ നമുക്ക് ബുദ്ധിയോണ്ട് ആലോചിച്ച് അങ്ങനെ പല സംഗതികളും തോന്നും. പക്ഷെ ഖുർആനിലൂടെ നമ്മൾ ചിന്തിക്കണം. ഖുർആനിലൂടെ ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഗൗരവം. മറ്റു പറഞ്ഞ ഏത് പാപങ്ങളെക്കാളും ഗൗരവമേറിയ സംഗതിയാണ്. മറ്റു പാപങ്ങളൊക്കെ നമ്മൾക്ക് അള്ളാഹു ചിലപ്പം യഗ്ഫിറു ദുനൂബ ലിമൻ യശാ, പടച്ചവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടും അവൻ്റെ മറ്റ് നീയത്തുകളെ കൊണ്ടും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും പടച്ചവൻ അത് പുറത്തു തന്നേക്കാം. വേറെ പാപങ്ങൾ, വേറെ മനുഷ്യന്മാരോട് ചെയ്ത അനീതിക്ക് അവരോട് മാപ്പ് പറയേണ്ടി വരും, അവരോട് പൊറുക്കലിനെ തേടേണ്ടി വരും, അവരോട് എന്താ ആ വിഷയത്തിൽ പൊരുത്തപ്പെടിക്കുക ചെയ്യേണ്ടതും സാമ്പത്തിക ഇടപാടൊക്കെ തീർക്കേണ്ടതുണ്ട്. അതല്ലാത്ത ബാക്കി കുറേ സംഗതി നമ്മുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയി, മനുഷ്യന് പറ്റിപ്പോയി, നോമ്പിൻ്റെ വിഷയത്തിൽ പറ്റിപ്പോയി, ഇങ്ങനത്തെ പല സംഗതികൾ ഉണ്ടാവുമല്ലോ. ആളുകൾ നമ്മൾ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു വ്യഭിചാരത്തിൽ പെട്ടു, അതല്ലെങ്കിൽ നമ്മളൊരു കള്ളുകുടി ഇച്ചുപോയി, ഇങ്ങനത്തെ സംഗതിയൊക്കെ വന്നാൽ അത് നമ്മുടെ മറ്റ് പല സംഗതികൾ കൊണ്ടും ചിലപ്പോൾ പടച്ചോ ഉദ്ദേശിച്ചാൽ നമുക്ക് പുറത്ത് കിട്ടിയേക്കാം. പക്ഷെ ശിർക്ക് എന്ന് പറഞ്ഞ സംഗതി, അള്ളാഹു അല്ലാത്തൊരാളോട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് മറഞ്ഞ വഴിയിലൂടെ ആവശ്യപ്പെട്ടാൽ
നമ്മൾ പ്രാർത്ഥിച്ചാൽ, പടച്ചോനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, വിഗ്രഹങ്ങളോ മറ്റേതെങ്കിലും ദൈവങ്ങളെ നമ്മൾ പൂജിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ അത് പുറത്തിരണമെങ്കിൽ നമ്മൾ സ്വന്തം അത് പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടെങ്കിൽ അത് പുറത്തിട്ടുള്ളൂ. വേറൊരാൾക്ക് വേണ്ടി നമുക്ക് പലതും പറയാം. ഇപ്പോൾ ഒരാളൊരു വലിയ വൻപാപ്പം ചെയ്തു എന്ന് വിചാരിക്കുക, നമുക്ക് പടച്ചോനോട് പറയാം, പടച്ചോനെ അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയും. അവനാൻ്റെ ഉമ്മയോ വാപ്പയോ മക്കളോ സുഹൃത്തുക്കളോ സ്നേഹിതന്മാരോ ഒക്കെ ഒരു പാപം ചെയ്തു, നമുക്ക് പറയാം പടച്ചോനെ പുറത്തു കൊടുക്കണേ. എന്നാൽ ഈ ശിർക്കാണ് ഒരാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊടുക്കണേ എന്ന് പറയാൻ മറ്റുള്ളവർക്ക് ഒരു അവകാശമില്ല. അത് ആരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പിതൃവ്യൻ അബൂ താലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വളരെ പ്രയാസത്തോടു കൂടി എങ്ങനെങ്കിലും അബൂ താലിബ് ഒന്ന് മരിക്കുന്നതിൻ്റെ മുമ്പ് വിശ്വസിച്ചെങ്കിൽ ആഗ്രഹിച്ചു പോയി, കരഞ്ഞു പോയിട്ടുണ്ട്, കരഞ്ഞ് പറഞ്ഞുപോയി, ഒന്നിലായില്ല നിങ്ങൾ പറയും, എന്നാൽ എനിക്ക് പടച്ചോനോട് പറഞ്ഞു നോക്കാലോ എന്നൊക്കെ റസൂലുള്ള പറഞ്ഞു. പക്ഷെ അദ്ദേഹം അവസാനം ഇല്ല, ഞാൻ ഈ അവസരത്തിൽ ഇനി മാറണില്ല, പണ്ടത്തെ വിശ്വാസത്തിൽ എന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ആ മരണപ്പെട്ടപ്പോൾ റസൂലുള്ള അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടാൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ എന്ന അർത്ഥത്തിൽ, അഥവാ ശിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി പുറത്ത് കൊടുക്കണേ എന്ന് പറയാൻ നബിക്ക് പോലും അവകാശമില്ല. നബിക്ക് പോലും എളാപ്പാക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ അവകാശമില്ല. ആ ശിർക്ക് എന്ന് പറഞ്ഞ മഹാപാപം അത് അവനവൻ തന്നെ അത് പുറത്തു തരണേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ച് അങ്ങനെ മായ്ച്ചു കളയേണ്ട ഒരു പാപമാണ് ശിർക്ക് എന്നുള്ള പാപം. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ സംഗതി, ബഹുദൈവത്വം എന്ന സംഗതി അത്ര ഗൗരവമായിട്ടാണ് ഇസ്ലാം ഈ സംഗതി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമായി നമ്മൾക്ക് ഈ ബഹുമത സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ മറ്റ് പല സംഗതികളിലും നമുക്ക് വിട്ടുവീഴ്ചയും മറ്റ് പല സംഗതികളും നമ്മൾ ചെയ്യേണ്ടി വരും. എല്ലാ വിഷയത്തിനും വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾക്ക് ഈ ശിർക്കിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് അവിടെ നമുക്കൊരു അത്ര ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ആ രീതിയിൽ നമുക്ക് പോകാൻ ആ സന്ദർഭത്തിൽ പറ്റൂല. അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ചില വിഷയങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. പക്ഷെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളിലാണ് ഇപ്പോൾ നമുക്കറിയാം ഈ വന്ദേ മാതരം ചൊല്ലുന്ന വിഷയത്തിൽ എന്താ വേറെ ആർക്കും ഒത്തിരിയൊരു പ്രശ്നമല്ലല്ലോ, മുസ്ലിങ്ങൾക്ക് അതൊരു പ്രശ്നമാണ്. അതിൻ്റെ രണ്ട് ഖണ്ഡം കഴിച്ച് മൂന്നാം ഖണ്ഡം ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റൂല എന്ന് പറയും. അങ്ങനെ ക്രിസ്ത്യാനികളിലും ചില വിഭാഗമുണ്ട്, ഈ പെന്തക്കോസ്ത് വിഭാഗത്തിലൊക്കെ ചില ആളുകൾ പറയുക ഇല്ലല്ലോ അത് ഞങ്ങൾ ചെല്ലൂല, അല്ലെങ്കിൽ അതുപോലത്തെ ഞങ്ങൾക്ക് പറയാൻ പറ്റൂല എന്ന് അവരും പറയും. കുറച്ച് ആളുകൾ. എന്നാലും മുസ്ലിങ്ങൾ ഏതായാലും പറയും എന്താ സംഗതി, എന്താ പ്രധാനം ചെല്ലിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ വല്ലതും പോരോ? പറ്റൂല. കാരണം എന്താണ്? ദുർഗാദേവിയെയും സരസ്വതി ദേവിയെയും കമലാദേവിയൊക്കെ പുകഴ്ത്തിക്കൊണ്ടും പൂജിച്ചുകൊണ്ടും പറയുന്ന വാചകങ്ങളാണത്. ആ വാചകം വിശ്വാസമില്ലാതെ തന്നെ പറയാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. കാരണം ഷിർക്കിന്റെ വരമ്പിലൂടെ പോലും നമുക്ക് നടക്കാൻ പറ്റില്ല. ഷിർക്കിന്റെ വരമ്പിലൂടെ നടക്കാൻ പറ്റും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അഥവാ ഏതെങ്കിലും അർത്ഥത്തിൽ ആ വരമ്പിൽ നിന്നാണ് തെറ്റിയാലോ നമ്മുടെ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ആകെ വളരെ ഗൗരവത്തോടു കൂടി നമ്മളോട് പറഞ്ഞൊരു സംഗതിയാണ്. അതാണ് പല സന്ദർഭത്തിലും. ഇപ്പോൾ വന്ദേമാതരത്തിൻ്റെ പ്രശ്നം അതാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഇടയിൽ വരാറുള്ളത് നിലവിളക്കിൻ്റെ പ്രശ്നങ്ങൾ. നിലവിളക്ക് കൊടുത്താൻ പറ്റുമോ പറ്റൂലേ, കൊടുത്തെരിവ്, അങ്ങനെ കുറേ തർക്കം വരും. ആ തർക്കത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അതിൻ്റെ അടിസ്ഥാനം അതാണ്. അതൊക്കെ ഈ ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായ കുറേ ആചാരങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈ ചെയ്യുന്ന ആളുകൾക്ക് ആ ഉദ്ദേശം കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ അങ്ങനത്തെ കുറേ സംഗതികൾ ഉണ്ടാവുമ്പോൾ ബഹുദൈവത്വത്തെ ഈ രീതിയിൽ ഗൗരവത്തോട് കൂടി കാണുന്ന ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് നമുക്കതിൽ ഭയങ്കരമായ ഒരു പേടിയുണ്ടാവും. പക്ഷേ എന്തെങ്കിലും അർത്ഥത്തിൽ അതൊക്കെ വിട്ടുപോയാൽ കഴിഞ്ഞല്ലോ നമ്മളെ കാര്യം എന്നുള്ള ഒരു ബോധം അതിലുണ്ടാകും. ആ ബോധം നമുക്കുണ്ടാകണം.
അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഓണം എന്ന് പറയുമ്പോഴും നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സഹോദര സമുദായം അവരുടെ പിന്നെ ആചാരങ്ങളും ആണ് ഇത് വെച്ചുകൊണ്ട് അവർ നടത്തുന്ന അവർക്ക് സന്തോഷത്തോടു കൂടി പോവാ. പക്ഷെ നമ്മൾക്കതിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നവും ഇതന്നെയാണ്. ഈ ഓണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പടച്ച തമ്പുരാൻ അഥവാ ഭഗവാൻ, ഹിന്ദു സഹോദരന്മാരുടെ ഭാഷയിൽ ഭഗവാൻ ഭൂമിയിൽ വാമനന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് മഹാബലി എന്ന ആ കാലഘട്ടത്തിലെ ഒരു വലിയ ബലിരാജാവിന് അനുഗ്രഹം ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്, മുഹൂർത്തമാണ് ഈ പിന്നെ ഓണം എന്ന് പറഞ്ഞ സന്ദർഭം. അതാണ് അതിൻ്റെ ഐതിഹ്യം. നമ്മൾ ഐതിഹ്യം ഒന്നും ഓർത്തിട്ടല്ല, ഐതിഹ്യം ഒന്നും ഇപ്പോൾ നമ്മളുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒറിജിനൽ വരുന്നത് അവിടെയാണ്. ഈ വാമന മഹർഷിയെ പൂജിക്കുന്ന വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിലൊക്കെ ഉള്ളത്. ഈ പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ചു കേരളത്തിൻ്റെ ഭാഗത്തുള്ളതാണല്ലോ അത്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം എന്ന് പറയുന്നത്. ആ തൃക്കാക്കര ക്ഷേത്രത്തിലെ മൂർത്തി അഥവാ വിഗ്രഹം അത് വാമനമൂർത്തിയാണ്. അഥവാ ദൈവം പടച്ച തമ്പുരാൻ വാമനന്റെ രൂപത്തിൽ അവതരിച്ചിട്ട് ഭൂമിക്ക് വന്നപ്പോൾ അതൊരു വിഗ്രഹമാക്കി അതിനെ പൂജിക്കുന്നതാണ് തൃക്കാക്കര ക്ഷേത്രം. എല്ലാ ആളുകൾക്കും തൃക്കാക്കര ക്ഷേത്രത്തിൽ പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ ഒരു പൂക്കളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് വരും തൃക്കാക്കര മൂർത്തി, അല്ലെങ്കിൽ ആ പിന്നെ ദേവൻ അതിലേക്ക് വരും, എന്നിട്ട് നിങ്ങൾ അനുഗ്രഹിക്കും എന്നാണ് ഹിന്ദു സഹോദരന്മാരുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഓണത്തിന് പൂക്കളം ഇടുന്നതും ഇങ്ങനത്തെ കുറേ സംഗതികൾ. പക്ഷെ ആ ഒരു ഓണം എന്ന് പറയുന്നത് അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു ആഘോഷമായി പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ടു. അപ്പം അതുകൊണ്ട് സർക്കാർ തലങ്ങളിലൊക്കെ അതിനെല്ലാ പ്രോത്സാഹനങ്ങളും മറ്റൊക്കെ ആക്കി. അപ്പം നമ്മൾക്കിപ്പോൾ എന്താ പേര് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ബോധം നമ്മൾ കൈവിടാൻ പാടില്ല. ഇത് ഇങ്ങനത്തെ ഒരു കാര്യമാണെന്നുള്ള ബോധം കൈവിടാതെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഈ നമുക്കൊക്കെ പഴയ ആളുകളോട് സംസാരിക്കേണ്ടി വരാറുണ്ടായിരുന്ന വിഷയം തന്നെ ഇതിൻ്റെ പായസം കുടിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ഈ അങ്ങനത്തെ സംഗതിയൊക്കെ പറയാൻ. അതിൽ അയൽവാസി മറ്റേ ഒരു അയൽവാസി ഉണ്ടാകുമ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഒരു സന്തോഷത്തിന് ദിവസത്തിൽ ഒരു പായസമോ മറ്റോ ഒക്കെ ഉണ്ടാക്കി നമ്മളെ ക്ഷണിച്ചു. അത് പിന്നെ ഇന്ന് നമ്മൾ പോകാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ ഉള്ളതിന് പണ്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ വിട്ടിട്ട് ഇപ്പം എന്തായെന്ന് വെച്ചാൽ ഈ ആഘോഷം തന്നെ ഈ ബഹുദൈവാധിഷ്ഠിതമായ ഈ ആഘോഷം തന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വളരെ ജോറായി നടത്തുന്നത് മുസ്ലിം സമുദായമായി മാറി. മുസ്ലിം സമുദായത്തിൻ്റെ ചെറുപ്പക്കാരികളൊക്കെ അതിൻ്റെ മുഴുവൻ പ്രൊമോട്ടേഴ്സും അതിൻ്റെ ആ ആഘോഷം എങ്ങനെയൊക്കെ പൊലിപ്പുള്ളതാക്കി മാറ്റാൻ പറ്റുമോ അതിന് എന്ത് സംഗതി ചെയ്താലും വിരോധമല്ല എന്ന രീതിയിൽ നമ്മളത് ആഘോഷിക്കുന്ന നമ്മളുടെ ഒരു വലിയ സംഭവമായി നമ്മളുടെ രീതിയായി മാറി. നമ്മുടെ സ്ഥാപനങ്ങളും അങ്ങനെ പലതും അതിലേക്ക് തന്നെ പോയി. ഇപ്പം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അതിൽ കുറേ ഒരു പിന്നെ പരിമിതികളുണ്ടാവും. സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ പരിമിതികളുണ്ടാവും. എന്നിരുന്നാലും നമ്മളിത് അതിൻ്റെ വലിയ ആളുകളായി മാറുമ്പോൾ ഈ ഒരു വശം നമ്മൾ ആലോചിക്കണം. വിശ്വാസികളായ നമ്മൾ അപ്പോൾ സ്വയം തീരുമാനിക്കാനേ പറ്റുള്ളൂ ഈ വിഷയത്തിൽ. നമുക്കൊരു പൊതുവായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. അവനവന് സ്വയം ആലോചിക്കണം. ഇതിനിങ്ങനെ ഒരു തലമുണ്ട്, ആ തലം അത് നമ്മൾക്ക് അതിൻ്റെ വരമ്പിലൂടെ പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരു തലമുള്ള ഒരു ആചാരമാണിത്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെയാണ് ക്രിസ്തുമസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലത്തെ അങ്ങനത്തെ പല സംഭവമുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലും ഇങ്ങനത്തെ പല ഷിർക്കുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളുണ്ട്. അത് നമ്മൾ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നമ്മൾ പറയുമ്പോൾ അത് അത്ര ഒരു സാമുദായിക പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ആളുകൾ കണക്കാക്കൂല. ഇപ്പോൾ ബദരീങ്ങളാണ്ട് കഴിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ അതിലൊക്കെ ഈ ഒരു തലമുള്ളത് കൊണ്ടാണ് നമ്മൾ അത്ര ഗൗരവമായി പറയണത്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടെന്നോ 1400 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ
മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സമരം ചെയ്ത് ഇസ്ലാമിന്റെ യശസ്സിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ഈ ഏകദൈവാരാധനയ്ക്ക് വേണ്ടി, തൗഹീദിന് വേണ്ടി ജീവൻ ത്യജിച്ച മുജാഹിദുകളായ ആളുകളാണ് ഈ ബദരീങ്ങൾ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ആർക്കും തർക്കം. പക്ഷെ ആ ബദരീങ്ങൾ ഇന്ന് നമ്മൾ ഓരോട് വല്ലതും പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് വിശ്വസിക്കുക, അത് ബഹുദൈവത്വമാണ്. അത് ബഹുദൈവത്വമാണ്. മരിച്ചുപോയ മഹാത്മാക്കൾ എത്ര വലിയ മഹാനാണെങ്കിലും അവർ കേട്ട് നമുക്ക് ഉത്തരം ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരും എന്ന് ആര് എങ്ങനെ വിശ്വസിച്ചാലും അത് ബഹുദൈവത്വമാണ്. അത് ഏകദൈവാരാധനയ്ക്ക് വിരുദ്ധമാണ്. അത് കാലാകാലം നരകത്തിൽ മനുഷ്യൻ പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയേണ്ടി വരും. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു സംഗതി ആവുമ്പോൾ നമുക്കത് അത്ര അതിൻ്റെ പരിക്ക് വളരെ കൂടുതലൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അന്യ മതവിശ്വാസികളുടെയും മറ്റൊക്കെ കാര്യങ്ങളിലും ഈ വശം വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത വേണം, വളരെ ജാഗ്രത വേണം. എന്തുകൊണ്ടാണ് ഇത്ര രീതിയിൽ പറയുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. കാരണം ഇത് നമ്മുടെ പരലോകവും സ്വർഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഏകദൈവാരാധന എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ജീവൻ. ഇതാണ് നമ്മളെ മറ്റുള്ള എല്ലാ മതങ്ങളിൽ നിന്നും മറ്റുള്ള മനുഷ്യരിൽ നിന്നൊക്കെ നമ്മളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. ഈ തൗഹീദ്, ഏകദൈവാരാധനയിൽ അതിൽ കണിശത പുലർത്തി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അപ്പോൾ സ്വർഗത്തിൽ പോവുക എന്നതാണ് നമ്മളുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകുന്നത്. അത് അത്ര ഭയങ്കര ഈസിയാന്ന് നമ്മൾ വിചാരിക്കാം. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരുപാട് തലങ്ങളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. മറ്റു പലരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത രീതി തന്നെ ഉത്തരേന്ത്യയെ പറ്റി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ സമാധാനത്തിൽ സുഖമായി ജീവിക്കണം. എന്നാൽ വേറെ ചില നാടുകളെ പറ്റി താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴോ, ഇപ്പോൾ ഗസയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചും അതുപോലെ അങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ പറ്റിയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ വലിയ മഹാഭാഗ്യവാന്മാരാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, സ്വർഗം നേടുക എന്നുള്ളത് വളരെ ഈസിയായ ഒരു സംഗതിയാണ് നമ്മൾ വിചാരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ യഅതി അലന്നാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഅതി അലന്നാസി സമാനുൻ അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിദ് അലൽ ജംറ. ഒരു കാലം വരും, ആ കാലം ദീനനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ തീക്കട്ട കൈ പിടിച്ചിങ്ങ് നടക്കുമ്പോൾ അത്ര പ്രയാസം ഉണ്ടാവും. അങ്ങനത്തെയും കാലം വരും. നമുക്കൊന്നും അങ്ങനെ അങ്ങോട്ട് ആയിട്ടില്ല. തീക്കട്ട കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവോ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഈ വരുന്ന ഒരവസ്ഥയിലുള്ള ഒരു കാലം വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്തദ്ഖുലുൽ ജന്നത, സ്വർഗത്തിലാണ് പ്രവേശിക്കാൻ, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, പൂർവികരായ ആളുകൾക്കൊന്നും ഉണ്ടായ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ സുഖമായി യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മസ്സത്തുഹുമുൽ ബഅസ, പൂർവികരെ കാര്യം എന്തായിരുന്നു? അവര് കഷ്ടപ്പാടും ദുരിതവും അവരനുഭവിക്കേണ്ടി വന്നു. വസുൽസിലു, അവര് വിറവിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂലർ റസൂലു, പ്രവാചകൻ തന്നെ പറഞ്ഞുപോയി. അവരുടെ ഇടയിൽ അന്ന് പ്രവാചകന്മാര് ജീവിക്കണ കാലഘട്ടത്തിലാണത്. പ്രവാചകന്മാര് കൂടെ ഉണ്ട്. ആ പ്രവാചകൻ തന്നെ പറഞ്ഞുപോയി. അതുപോലെ വല്ലദീന മഅഹു അമനു മഅഹു, ആ പ്രവാചകന്റെ കൂടെയുള്ള ജീവിക്കണ വിശ്വാസികളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാ, ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ എന്നാ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടുക, ഇനിയിപ്പോൾ എന്നാ അത് കിട്ടുക, ഇത്രയും ഞങ്ങൾ അനുഭവിച്ചില്ലേ, ഇനിയും പടച്ചോന്റെ സഹായം കിട്ടാത്ത ഒരവസ്ഥ വരും. നമ്മളെ ആൾക്കാർ, ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇതൊക്കെ പടച്ചോൻ കാണില്ലേ ഈ ഗസയിലും അതുപോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് ഉള്ളവർ ജീവിക്കണേ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ പടച്ചോൻ. ചില ആളുകളൊക്കെ ഈ എക്സ് മുസ്ലിമിന്റെ ആളുകളൊക്കെ സാധാരണ പറയാറുണ്ട്, ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണല്ലോ പടച്ചോൻ, നിങ്ങൾ പറയുന്ന പടച്ചോൻ
ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന് പറയാറുണ്ട്. എന്നാൽ അതുപോലെ ഈ പറഞ്ഞ രീതിയിലുള്ള കഠിനതരമായ പരീക്ഷണത്തിലൂടെ വിശ്വാസികൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകനും കൂടെയുള്ള ആളുകളും കൂടി ചോദിച്ചു പോകുന്ന രംഗമുണ്ടായിട്ടുണ്ട്. മഥാനസുബോ എപ്പോഴാണ് ഈ പഠിച്ചവന്റെ സഹായം കിട്ടുക? അതിന് അള്ളാഹു പറഞ്ഞ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹിന്റെ സഹായം അത് വളരെ അടുത്ത് നിങ്ങൾക്കുണ്ടാവും. ഈ അടുത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കണം ഇന്നോ നാളെ എന്ന് പറഞ്ഞ പോലെയല്ല, അടുത്ത്. അപ്പം നമ്മൾക്ക് ഒരുപാട് ദുരിതം, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇനി ഇപ്പോഴതിനേക്കാളും വളരെ മോശമായ അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ, രാജ്യത്തിൽ തന്നെ ഈ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഏത് പ്രയാസങ്ങൾക്ക് കൂടെയും അതിൻ്റെ കൂടെ എളുപ്പം കടന്നു വരും. അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ ലോകത്ത് ഫിറൗനെ പോലുള്ള ധിക്കാരികൾ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഫിറൗൻ ഇവിടെ ഒന്നുമില്ലാതെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഫിറൗനല്ല, ഏത് വലിയ കൊലകൊമ്പൻ, എത്ര ഈ വിശ്വാസവും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെ എത്ര പീഡിപ്പിച്ചാലും അധിക കാലങ്ങൾക്ക് മുമ്പ് തന്നെ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് എന്നാണ് പറയുന്നത്. വളരെ അടുത്ത് തന്നെ നിങ്ങൾക്കുള്ള വിജയം കൈവരും, നിങ്ങൾ ജയിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യമുള്ള അവസ്ഥ നിങ്ങൾക്ക് വരും എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. എപ്പോഴും പ്രതീക്ഷ നൽകുന്നൊരവസ്ഥയാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ കുറയുമ്പോൾ നമ്മൾ അതിനൊരുപാട് ചിലപ്പോൾ ത്യാഗവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് ലക്ഷ്യമാക്കുമ്പോൾ പല സൗകര്യങ്ങളും നമ്മൾ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.